ഹലോ, സ്ട്രേറ്റ് പാൻസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചാലോ? അതിനുവേണ്ട മെഷർമെന്റ്സ് ഹിപ്പ് റൗണ്ട്, വേസ്റ്റ്, ഫുൾ ലെങ്ത് കേട്ടോ. ഇത്രയും മതി. ക്രോച്ചേരിയ നമ്മൾ ഇതിന്ന് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാന്ന് നോക്കിയാലോ? ഫസ്റ്റ് നമുക്ക് വേണ്ട പട്ടയുടെ ഭാഗത്തുള്ളത്. പട്ടയുടെ ഭാഗത്ത് നമ്മൾ ആക്ച്വലി വേസ്റ്റിന്റെ എല്ലായിട്ടും എടുക്കുന്നത് ഹിപ്പ് റൗണ്ട് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 അതാണ്. അതായത് എന്റെ ഹിപ്പ് റൗണ്ട് 36 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 4 എത്രയാണോ അതിനോട് കൂടി 2 ഇഞ്ച് കൂട്ടിയത്, അതാണ് 11 കേട്ടോ. ദെൻ നമ്മൾ പട്ടയ്ക്ക് വേണ്ടിയിട്ട് 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇലാസ്റ്റിക് ഇടുന്നവരുണ്ട്, അതല്ല ബാക്ക് മാത്രം ഇടുന്നവരുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് എങ്ങനെയാണ് ഇലാസ്റ്റിക് ഇടുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം നമുക്കിനി ക്രോച്ചേരി എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നും ഫുൾ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ 2 ഇഞ്ച് വിട്ടിട്ട് മുകളിലത്തെ 2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മുടെ ഫുൾ ലെങ്ത് നമ്മൾ കൊടുക്കേണ്ടത്. ഫുൾ ലെങ്ത് എത്രയാണോ വേണ്ടത് ആ ഫുൾ ലെങ്ത് കൊടുക്കുക. 36 ആണെങ്കിൽ നമ്മൾ 36 മാർക്ക് ചെയ്തു കേട്ടോ. ദെൻ നമ്മുടെ ക്രോച്ചേരിയും നമ്മൾ എടുക്കുന്നത് ഈ 2 ഇഞ്ച് വിട്ടിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ക്രോച്ചേരി എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതിനെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം തന്നെ ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. പക്ഷെ അതിനോട് കൂടി ഒരു 3 ഇഞ്ച് കൂട്ടാം. 2 ഇഞ്ച് കൂട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ 3 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ടിരിക്കും. അപ്പൊ 3 ഇഞ്ച് കൂട്ടിയതാണ് നമ്മുടെ ക്രോച്ച് ഏരിയ. ഇനി ക്രോച്ച് ഏരിയയുടെ നമ്മുടെ ആ സീറ്റിന്റെ അവിടെയുള്ള ഭാഗമല്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ റൈറ്റിലേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു കർവ് വരച്ചു കൊടുക്കുക. വല്ലാണ്ട് കുഴിച്ച് വരയ്ക്കരുത്, ഒരു അധികം കുഴിക്കാത്ത രീതിയിൽ ഒരു കർവ് വരച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ക്രോച്ച് ഏരിയയും കിട്ടി. ദെൻ നമ്മുടെ താഴത്തുള്ള നമ്മുടെ കാലിന്റെ അവിടെയുള്ള ഭാഗമില്ലേ, അവിടെ നമ്മൾ, ഞാനിത് അഡൾട്ടിന്റെ കേസുകളാണ് കേട്ടോ പറയുന്നത്, അവിടെ നമ്മൾ മാക്സിമം 3 നല്ല വണ്ണുള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ആണ് കൊടുക്കാറ്. ഇതിൽ ഞാനിവിടെ 3 ആണ് കൊടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പും 1.5 കൂട്ടിയിട്ട് 7.5 കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിങ്ങനെ ഒരു ചെറിയ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. വണ്ണുള്ളതൊക്കെ ഉള്ള കാലുകളാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരെ കൊണ്ട് ഇട്ട് നോക്കിയിട്ട് ഷേപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മെലിഞ്ഞ കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതാണ് ഞാൻ അവിടെ ഡോട്ട് ആയിട്ടിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ബ്ലൂ ലൈനിൽ ഡോട്ടായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഈ പട്ടയില്ലേ, നമ്മൾ വെച്ചിരിക്കുന്ന 2 ഇഞ്ചിന്റെ പട്ട താഴത്തേക്ക് മടക്കിയാണ് നമ്മൾ ഇതിൽ വെക്കുന്നത്. അതുകൊണ്ടാണ് എക്സ്ട്രാ മുകളിലേക്ക് 2 ഇഞ്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ പട്ട നമ്മൾ താഴത്തേക്ക് മടക്കി വെച്ച് അടിക്കും. ഇനി ഇലാസ്റ്റിക് ഇതിൽ എങ്ങനെയാണ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടാണ് നമ്മളപ്പോൾ എടുക്കുന്നത്. എത്രയാണോ നമ്മുടെ വേസ്റ്റ് അതിനോടുകൂടി ഒരു -5ഓ 6ഓ ചെയ്യാം. അത് ഇനി നല്ല വലിയുന്നതാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വലിയാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ കുറച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ പാൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കട്ടിങ് നമുക്ക് കാണാം കേട്ടോ അടുത്ത വീഡിയോയിൽ.